ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഇന്ന് ഞാൻ ചെറുപയർ കൊണ്ടൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. നിങ്ങളെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിന്ന് ചെറുപയർ കൊണ്ടൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ്. വേറെ പച്ചക്കറികളൊന്നുമില്ലാതെ ചെറുപയർ മാത്രം കൊണ്ടൊരു സാമ്പാർ. അപ്പോൾ ഞാൻ ചെറുപയർ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ വെക്കുന്നുണ്ട്, ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ചെറിയുള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പച്ചമുളകാണ് ഇടുന്നത്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഈ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ചെറുപയർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ സാമ്പാർ വെക്കാൻ പറ്റില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. വീട്ടിൽ ചെറുപയർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഉച്ചയ്ക്ക് ലഞ്ചിന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.